നമസ്കാരം. ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു അമ്പലമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ ഗോവിന്ദമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 13 കിലോമീറ്ററാണ് ദൂരം. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഗോവിന്ദമംഗലം ശ്രീ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തുടർച്ചയായിട്ടുള്ള 7 വ്യാഴാഴ്ച നിർമ്മാല്യം തൊഴുകയോ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയം മഹാവിഷ്ണുവിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സഫലീകരിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മുടങ്ങാതെ ഒരു 7 വ്യാഴാഴ്ച പോയി തൊഴുതിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ അവരൊരു 7 വ്യാഴാഴ്ച മുടങ്ങാതെ ഭഗവാനെ പോയി കണ്ടു. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സ്വയംഭൂവായിട്ടുള്ളൊരു മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇപ്പം ക്ഷേത്രം ചിന്മയ മിഷൻ്റെ അണ്ടറിലാണ്. ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. രാവിലെ 5:30 നട തുറക്കും. രാവിലെ 9 മണിക്ക് നട അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. രാത്രി 7:30-8 മണി ഇതിനകത്ത് നട അടയ്ക്കും. വലിയ ആളോ ബഹളമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ക്ഷേത്രം. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിൻ്റെ മൂട്ടിലിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ട്രെസ്സിന് നമുക്ക് റിലീഫ് ഉണ്ടാവും. എന്തോ ഒരു പവർഫുള്ളായിട്ടുള്ള സ്ട്രെസ് റിലീഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ചുറ്റും ആൾക്കാരൊന്നുമില്ല, വെറും പച്ചപ്പിന് നടുവിലൊരു ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രമാണിത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ളൊരു ക്ഷേത്രം. ദാരിദ്ര്യം മാറാനായിട്ടുള്ള അവിൽ നിവേദ്യം ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ അത്രയും ചൈതന്യവും അത്രയും കോമളമായിട്ടുള്ളൊരു ഫേസുള്ളൊരു ഭഗവാനാണ് ഇവിടെയുള്ളത്. നമ്മൾ ആ ഭഗവാനോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളൊരു സുഹൃത്തിനോടോ നമ്മളൊരു അനിയനോടോ നമ്മളൊരു സഹോദരനോട് സംസാരിക്കും പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അത്രയും അടിപൊളി ക്ഷേത്രമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തിരുവനന്തപുരത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളുടെ സ്ട്രെസ്സ്, നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയും സമാധാനം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നട തുറക്കുന്നൊരു ക്ഷേത്രമാണിത്. രാവിലെ 9 മണി വരെ ക്ഷേത്രം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ശരത് ശശിധരൻ നാരായണൻ, അതിലോട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഈ അമ്പലത്തിൻ്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെ പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവിടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.